എന്ത് വില കൊടുത്തും ഞാൻ പൊരുതി നിൽക്കും. വിധിക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ദാസിന്റെ എല്ലാ അസുഖവും മാറും. പഴയതുപോലെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരും. പണത്തിന്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ആലോചിക്കുന്നത്. നിന്റെ ശുഭാപ്തി വിശ്വാസം ഭയങ്കരം തന്നെ. ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു കെറുക്കന്റെ സ്വപ്നമെങ്കിലും സഫലമാവട്ടെ. ദാസിന് എന്തെങ്കിലും വിഷമമുണ്ടോ ഇതിൽ? ഉണ്ടെങ്കിൽ പറയണം. എന്തിന്? നിന്റെ മനസ്സും ശരീരവും എല്ലാം എനിക്ക് മാത്രമാണ്. പിന്നെ ഒരു ഭ്രൂണത്തിന്റെ വളർച്ച, 10 മാസം വളർച്ചയുള്ള ഒരു ട്യൂമർ, അത്രയല്ലേ ഉള്ളൂ. അതെ, അതിലപ്പുറം ഒന്നുമില്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. 10 മാസത്തെ ട്യൂമർ എന്നൊക്കെ പറയാൻ എളുപ്പമാ, പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇതല്ലാതെ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും അമ്മച്ചി? ഒരു ഭാരം ചുമക്കുന്ന പോലെ ഞാൻ കണക്കാക്കൂ. അത്രയും കാശ് അയാൾ തരുമോ? തരണം. എങ്കിലും സമ്മതിക്കൂ. കർത്താവേ, കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാ. തുറക്കണേ. ഇതെന്താ ഒരിക്കലും ചേരാത്തൊരു കമ്പനി? കറിയാച്ചോ, താനെ വിട്ട ചെവരോടെ ചേർന്നോ? ഞാനിങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നന്നായി. ഞാനിതെങ്ങനെ അങ്കിളിനോട് പറയും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ചലിപ്പ്. എന്നെ നമുക്ക് ലീഗലായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി പഠിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ പോരെ? ഏയ്, ഇതിൽ ലീഗലായിട്ടൊരു പ്രശ്നമല്ല. ഇതെന്റെ ആഗ്രഹത്തിന്റെ, എന്റെ സന്തോഷത്തിന്റെ കാര്യം മാത്രമാണ്. പിന്നെ അവശേഷിക്കുന്ന പണത്തിന്റെയും വേണ്ടി വന്നാൽ ഒരു കരാറിന്റെയും പ്രശ്നമാണ്. അതും ഒരു പ്രശ്നമാണല്ലോ. അത് നമുക്കൊരു കരാർ എഴുതി ഉണ്ടാക്കാം. എത്ര രൂപയുടെ പത്രമാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. അത് വേണം, അത് വേണം. നമ്മളങ്ങനെ മണ്ടന്മാരാകാൻ പാടില്ല. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ഒരു കരാർ എഴുതി ഉണ്ടാക്കാം. അത് വക്കീലിനെ ഭംഗിയായി ചെയ്തൂടെ? അതാ ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ മിസ്റ്റർ പിള്ളേ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കണം. മേനോന്റെ പേരിൽ മുദ്രപത്രം വാങ്ങണം. ആ സ്ത്രീയുടെ കൃത്യമായ മേൽവിലാസവും വാങ്ങണം. കേൾക്കുന്നവർ വട്ടാണെന്ന് പറയുമല്ലോ എന്റെ ഈശ്വര. പറഞ്ഞോട്ടെ. ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എവിടെയും വട്ടന്മാരാണ്. ചരിത്രത്തിൽ എത്രയോ വട്ടന്മാരുണ്ട്. ഞാനൊരു തുഗ്ലക്കാണെന്ന് വിചാരിച്ചോളൂ അല്ലേ? അതെ അതെ. ചന്ദ്രദാസിന്റെ ബ്ലഡ് യൂറിയ ടെസ്റ്റിന് ഒരു സാമ്പിൾ എടുക്കാൻ പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട്. മേ കം ഇൻ സർ? വെൽക്കം വെൽക്കം. എന്താ പുതിയ വേഷവും ഭാവവും? കൺസൾട്ടിംഗ് ടൈം കഴിഞ്ഞു. എങ്കിലും ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മര്യാദ കാണിക്കണമല്ലോ. അല്ല ഡോക്ടർ, ആ നഴ്സിനെ കാര്യം അറിയോ? എന്ത്? ഞാൻ ഇങ്ങനൊരു കാര്യത്തിനാണ് ഡോക്ടറെ കാണാൻ വന്നതെന്ന്. അല്ല, അവരെന്നെ കണ്ട് ഒരുമാതിരി വല്ലാത്ത ചിരി ചിരിച്ചു. കളിയാക്കിയുള്ളൊരു ചിരി. ചുമ്മാ. പിന്നെ കക്ഷി വന്നോ? അതാണ് തന്നോട് വരാൻ പറഞ്ഞത്. സംഗതി ഒന്നും ഇല്ലെങ്കിലും ഒന്ന് കണ്ട് പരസ്പരം സംസാരിക്കുന്നതാണല്ലോ നല്ലത്. യെസ്, ഒന്ന് കാണണമെന്ന് എനിക്കൊരാശ ഉണ്ടായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ. എന്റെ കുഞ്ഞ് വളരാൻ പോകുന്നൊരു ശരീരമല്ലേ. അവരാവശ്യപ്പെടുന്നത് 2 ലക്ഷം രൂപയാണ്. ഓൾ റൈറ്റ്. ഇന്ന് കൊടുക്കണോ ക്യാഷ്? ഇന്ന് വേണമെങ്കിലാവാം. സംഖ്യ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, ഇനിയും വേണമെങ്കിൽ കൊടുക്കാം. വേണ്ട, അവരത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. വൃക്ക കൊടുക്കുന്ന ആളിന് 1 ലക്ഷം കൊടുക്കണം. പിന്നെ ഓപ്പറേഷൻ ചാർജസ്, അയാളുടെ പരിചരണം, പണച്ചെലവ് പിന്നെയും കിടക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ സഹായിക്കണം. ഓ ഷുവർ. വൃക്ക വേണമെങ്കിൽ ഒരെണ്ണം എന്റെ എടുക്കാം. എനിക്കെന്തിനാ 2 എണ്ണം? അത് പറ്റില്ല. ചേരുന്നവരെ വൃക്ക മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആനി കൊടുക്കുമായിരുന്നു. അപ്പോ കാണാം. സോറി, ഞാനേ ഒരു സ്മോള് കഴിച്ചോട്ടെ. ചെറിയൊരു ചമ്മൽ, ഒരു വിറ. പിന്നെ ഇത്രയായ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുട്ടിയാകാൻ വല്ല സൂത്രമുണ്ടോ? അല്ല, ചിലപ്പോ പെൺകുട്ടിയായി പോയാലോ? അതൊന്നും അഷ്വർ ചെയ്യാൻ പറ്റില്ല. വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആൺകുട്ടി തന്നെ ആയിരിക്കും. മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പ്. മീറ്റ് മിസ്റ്റർ ചന്ദ്രദാസ്. ഞാൻ രാജീവ് മേനോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക്
ഗെയിംസിലൊന്നും വലിയ താല്പര്യമില്ല. ഗെയിംസിലെന്ന് മാത്രമല്ല ഒന്നിലും. തുറന്നു ചോദിക്കട്ടെ, താങ്കൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമോ വിഷമോ ഒന്നുമില്ലല്ലോ? നന്ദിയുണ്ട്. വലിയൊരു തുകയാണ് ആവശ്യപ്പെടുന്നത്. മുതലാക്കാണെന്ന് തോന്നരുത്. വേറെ വഴിയില്ലാഞ്ഞിട്ടാ. പഴയ കാലം തിരിച്ചിട്ടാണെങ്കിൽ ഐ വിൽ പേ ദ മണി ബാക്ക്. അയ്യോ, അതൊന്നും വേണ്ട. സഹായം എന്ത് വേണമെങ്കിലും ഇനിയും ചോദിക്കാം. പിന്നെ എല്ലാറ്റിനും ഒരു രേഖ. അല്ല എനിക്കല്ല, എന്റെ അഡ്വക്കേറ്റിനാ. അല്ല അതല്ലേ നല്ലത്. ആനി, ഇദ്ദേഹമാണ് നമ്മുടെ രക്ഷകൻ, മിസ്റ്റർ രാജീവ് മേനോൻ. എന്റെ ആനി. രാജീവിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ നാളെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ. ഒരു നല്ല കാര്യത്തിനല്ലേ? നാളെ പിന്നെന്താ? നടത്തണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നടത്തണം. ഇതിന് ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസേ പറ്റും. നാളെ തന്നെ പോയേക്കാം. വാക്കുമാറി പോയി കളയുമോ എന്ന് അയാളുടെ പേടി. പോകാം. ശരി, നമുക്ക് ഈ ഡീഡൊന്ന് വായിച്ചു കേൾക്കണ്ടേ? കേട്ടുകളയാം. കേട്ടുകളയാം. ആ, 1989 ജനുവരി മാസം 15-ാം തീയതി തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്ക് മലക്കപ്പാറ ദേശത്ത് രത്നവിലാസിൽ രാമൻ മേനോൻ മകൻ രാജീവ് മേനോൻ, വയസ്സ് 32, തൊഴിൽ ബിസിനസ്, ഒന്നാം കക്ഷിയായും. യായും. മേൽപ്പടി ജില്ലയിൽ മേൽപ്പടി താലൂക്കിൽ ആരൂർമുഴി ദേശത്ത് പുത്തമ്പുരയിൽ ചന്ദ്രദാസ് ഭാര്യ ആനി, 25 വയസ്സ്, ഗൃഹഭരണം, രണ്ടാം കക്ഷിയായും. ഉഭയകക്ഷി സമ്മതപ്രകാരം എഴുതി പിടിപ്പിച്ച കരാർപത്രം. ഒന്നാം കക്ഷി വരണം. ഇവിടെ ഒപ്പിടണം. രണ്ടാം കക്ഷി വരണം, ഒപ്പിടണം. വാങ്ങൂ. ഇതെന്താ? സ്റ്റെറൈൽ ബോട്ടിൽ. ചെന്ന് കളക്ട് ചെയ്തിട്ട് വാ. എന്താ? കുന്തം. താൻ ഇത്ര വിവരമില്ലാത്ത പോലെ. മറ്റത് കളക്ട് ചെയ്യണ്ടേ? ഇത് എങ്ങനെയാ എടുക്കണ്ട? അറിയില്ലേ? 10-32 വയസ്സായല്ലോ. ഓരോ പ്രായം കടന്നല്ലേ വരുന്നത്. അല്ല, വേറെ വല്ല മാർഗമുണ്ടോ എന്ന് അറിയാനാ. വേറെ പല മാർഗങ്ങളുമുണ്ട്, പക്ഷെ ഇതാണ് ഏറ്റവും സുഗമമായ മാർഗം. ഇതിനകത്തോട് ചെല്ല. അല്ല, ഇതൊരു ചമ്മിയ കേസല്ലേ? ഇവർക്കൊക്കെ അറിയാൻ തോന്നുന്നു ഞാൻ ഇതിനാ വന്നത്. ഒന്നുമില്ലെന്നേ. ഡോക്ടറും കൂടെ വാ. അങ്ങോട്ട് ചെല്ല്. പോവാം. ചെല്ല്. ഡോക്ടർ തോമസ് കുര്യനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഏറ്റവും ഏളിയറായ ഒരു ഡേറ്റ് തരാൻ. കിഡ്നി ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ആളുടെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയല്ലേ? അതെ. ഒന്നും പേടിക്കാനില്ല.
കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലാണിത്. ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസത്തിനും വീട്ടിൽ പോവാം. അപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിലല്ലേ? ഡോക്ടർ, എന്തായി? ഉം.